ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പ്രതിഷേധം. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള ലക്ഷ്യത്തോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം നടന്നത്. മോദി താമസിച്ചിരുന്ന ഹോട്ടലിന് മുന്നിലെത്തിയ ഒരാൾ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇടപെട്ട് ഇയാളെ സ്ഥലത്ത് നിന്ന് മാറ്റുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനിടെ ഉണ്ടായ ഈ സംഭവം ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഹ്യൂഗോ ലെനോൻ എന്നയാളാണ് മോദി താമസിച്ചിരുന്ന ഹോട്ടലിൽ മുന്നിലെത്തി ബഹളമുണ്ടാക്കിയതെന്നാണ് റിപ്പോർട്ട്. ഓസ്ട്രേലിയൻ കുടിയേറ്റക്കാർക്കെതിരെ നിലപാട് പ്രകടിപ്പിക്കുന്ന ഇയാൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചും വിവാദപരമായ മുദ്രാവാക്യങ്ങൾ വിളിച്ചതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പ്രതിഷേധത്തിനിടെ ഇയാൾ അസഭ്യവാക്കുകൾ ഉപയോഗിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പ്രതിഷേധം ശ്രദ്ധയിൽപ്പെട്ടതോടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉടൻ ഇടപെടുകയായിരുന്നു. ഇയാളെ ബലമായി മാറ്റുകയും പിന്നീട് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ പ്രധാനമന്ത്രി താമസിച്ചിരുന്ന ഹോട്ടലിന് സമീപം ഇയാൾക്ക് എത്താൻ എങ്ങനെ സാധിച്ചു എന്നതാണ് ഇപ്പോൾ പ്രധാന അന്വേഷണ വിഷയം. സുരക്ഷാ സംവിധാനത്തിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടായോ എന്നതും പരിശോധിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് ഓസ്ട്രേലിയയിൽ എത്തിയത്. മോദി എത്തിയതിന് മണിക്കൂറുകൾക്കുള്ളിലാണ് പ്രതിഷേധം നടന്നത്. പ്രധാനമന്ത്രിയുടെ താമസ സ്ഥലം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പ്രതിഷേധക്കാരന് എങ്ങനെ ലഭിച്ചു എന്ന കാര്യത്തിൽ ഓസ്ട്രേലിയൻ പോലീസ് വിശദമായ പ്രതികരണം നടത്തിയിട്ടില്ല. അതേസമയം മോദിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചില തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകൾ ഓൺലൈനായി പങ്കുവച്ചതായും റിപ്പോർട്ടുകളുണ്ട്. അതുവഴിയാകാം പ്രതിഷേധക്കാരന് വിവരങ്ങൾ ലഭിച്ചതെന്നാണ് വിലയിരുത്തൽ. എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. അറസ്റ്റിലായ ഹ്യൂഗോ ലെനോൻ ഓസ്ട്രേലിയയിലെ കുടിയേറ്റ വിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വ്യക്തിയാണെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. കഴിഞ്ഞ വർഷം രാജ്യത്ത് നടന്ന നിരവധി പ്രതിഷേധ പരിപാടികളിൽ ഇയാൾ സജീവമായി പങ്കെടുത്തതായും റാലികൾ സംഘടിപ്പിച്ചതായും വിവരങ്ങളുണ്ട്. ചില റിപ്പോർട്ടുകളിൽ ഇയാൾക്ക് തീവ്ര വലതുപക്ഷ ആശയങ്ങളുള്ള സംഘടനകളുമായി ബന്ധമുണ്ടെന്നും ആരോപണമുണ്ട്. ഓസ്ട്രേലിയയിൽ കുടിയേറ്റം വലിയ രാഷ്ട്രീയ ചർച്ചയായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ പ്രതിഷേധം നടന്നത്. രാജ്യത്തെ തൊഴിൽ മേഖല, ജനസംഖ്യാ വർധന, ഭവന പ്രതിസന്ധി തുടങ്ങിയ വിഷയങ്ങളെ ചൂണ്ടിക്കാട്ടി ചില ഭാഗങ്ങൾ കുടിയേറ്റ നയങ്ങളെ വിമർശിക്കുന്നുമുണ്ട്. അതേസമയം കുടിയേറ്റക്കാർ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ പ്രധാന പങ്ക് വഹിക്കുന്നുവെന്നാണ് മറ്റൊരു വിഭാഗത്തിന്റെ നിലപാട്. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള ലക്ഷ്യത്തോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം നടന്നത്. വ്യാപാരം, പ്രതിരോധ സഹകരണം, വിദ്യാഭ്യാസം, സാങ്കേതിക മേഖല തുടങ്ങിയ വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഈ പ്രതിഷേധം ഉണ്ടായത്. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വിദേശ സന്ദർശനം നടത്തുമ്പോൾ സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. അതിനാൽ തന്നെ മോദിയുടെ താമസ സ്ഥലത്തിന് സമീപം പ്രതിഷേധക്കാരനെത്തിയ സംഭവം സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. പ്രതിഷേധം എങ്ങനെ നടന്നു, ഇയാൾക്ക് എങ്ങനെ പ്രവേശനം ലഭിച്ചു തുടങ്ങിയ കാര്യങ്ങളിൽ കൂടുതൽ അന്വേഷണം നടത്തുകയാണ്. അതേസമയം ജനാധിപത്യ രാജ്യങ്ങളിൽ സമാധാനപരമായ പ്രതിഷേധങ്ങൾക്ക് അവകാശമുണ്ടെങ്കിലും വിദേശ രാഷ്ട്രത്തലവന്മാരുടെ സുരക്ഷയ്ക്കും നയതന്ത്ര മര്യാദകളും ഉറപ്പിക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് വിലയിരുത്തൽ. ഓസ്ട്രേലിയയിലെ മോദിയുടെ സന്ദർശനത്തിനിടെ ഉണ്ടായ ഈ പ്രതിഷേധം ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. സുരക്ഷാ വീഴ്ചയാണോ അതോ ആസൂത്രിതമായ പ്രതിഷേധമാണോ എന്നതിൽ കൂടുതൽ വിവരങ്ങൾ അന്വേഷണത്തിന് ശേഷം മാത്രമേ വ്യക്തമാകൂ. ഇന്ത്യൻ ഓസ്ട്രേലിയ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. പ്രതിഷേധവുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നതിനായി ലോകം ഉറ്റുനോക്കുകയാണ്.